ടീച്ചറിന്റെ കാര്യം കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഗൂഗിൾ മീറ്റിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഗൂഗിൾ മീറ്റ്. ഓക്കെ. സോ അപ്പൊ നമ്മൾ എവിടെ വരെയാ പഠിച്ചു നിർത്തിയെന്ന് ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോ നമ്മളുടെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതിനകത്തൊരു നമ്മള് കമ്പോള പരിഷ്കരണം, മാർക്കറ്റ് റിഫോംസ് നമ്മൾ പഠിച്ചു അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ? മാർക്കറ്റ് റിഫോംസ്, നമ്മൾ പഠിച്ചു അല്ലേ? എന്തിനു വേണ്ടിയായിരിക്കും മാർക്കറ്റ് റിഫോംസ് നടത്തിയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? സോ ബാക്കി നോക്കാം. അക്ബറിന്റെ മരണത്തെ തുടർന്നുണ്ടായ ചില സംഭവ വികാസങ്ങൾ മോളില് ബനാറസി ദാസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. ഓക്കെ. അതായത് 1605 1605 CE ബനാറസി ദാസ് എഴുതിയ പുസ്തകത്തിലെ ചില വരികളാണ് അവിടെ നമ്മൾ കണ്ടത്. The Mughal dynasty, the Mughal emperors of India were the successors of the Mongolian rulers Genghis Khan and Timur. Genghis Khan and Timur. It was Europeans who named the dynasty as the Mughal in the 16th century. This is the description of Banarsi Das, one of the eyewitness is on the reaction of the people to the death of Akbar, the death of the Akbar, greatest rule of the Mughal dynasty, ruled Delhi after Sultanate period. The security provided by the Mughal administration to the people could be understood from this description. In the previous classes, ഒരു പക്ഷെ നിങ്ങൾ 6ലോ 7ലോ ഇതിന്റെ ഒരു ചെറിയ ഭാഗം പഠിച്ചിട്ടുണ്ടാവും. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഇത് 6ലോ 7ലോ പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ?
എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ്സിൽ ഇതിന്റെ ചെറിയ ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വിശദമായിട്ട് ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഇതിന്റെ ചെറിയ ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. You have discussed the Mughal Empire established by Babur in 1526. ആ വർഷം ഒന്ന് മാർക്ക് ചെയ്തിടണം. മുഗൾ എംപയർ സ്റ്റാർട്ട് ചെയ്തത് 1526 1526 ബാബർ സ്ഥാപിച്ചതാണ് മുഗൾ വംശം. CE 1525 1566. വർഷം നോട്ട് ചെയ്തിടണേ. The Mughals were able to unify the Indian subcontinent politically, except some parts of South India. The period witnessed many fundamental changes in administration. ശ്രദ്ധിക്കുക, അതായത് ഇന്ത്യയിലെ മുഗൾ വംശജരായിട്ടുള്ള ആളുകൾ മംഗോളിയൻ ഭരണാധികാരികളായിട്ടുള്ള ചെങ്കിസ് ഖാൻ അതുപോലെ തന്നെ ചെങ്കിസ് ഖാന്റെയും തിമൂറിന്റെയും ഈ പേരുകൾ നിങ്ങൾ മുൻപ് എവിടേക്കോ കേട്ടിട്ടുണ്ട്. നമ്മൾ തന്നെ ഏതോ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഈ പേരുകള്. ചെങ്കിസ് ഖാൻ, തിമൂർ കേട്ടിട്ടുണ്ടോ? മെഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവർ എന്ന പാഠഭാഗത്ത് നമ്മൾ ഇവരുടെ രണ്ടുപേരുടെയും പേരുകൾ കേട്ടിട്ടുണ്ട്. തപാൽ നടപ്പിലാക്കിയതും ഒക്കെ ഓർമ്മയുണ്ടോ? കുതിരകളെ ഉപയോഗിച്ച് തപാൽ സംവിധാനം നടപ്പിലാക്കിയ ഒരാള് അല്ലേ? ഗംഗാജി അല്ലേ? ആരാണ് കുതിരകളെ ഉപയോഗിച്ച് തപാൽ സംവിധാനം നടപ്പിലാക്കിയത്? കെബിൻ ജോൺ. സാന്ദ്ര കെ സന്തോഷ്. അവസാനം അൺമ്യൂട്ട് ചെയ്യുന്നതിലൊക്കെ പ്രശ്നത്തിലാകുവേ. ടീച്ച്മെന്റുകാരെ ആരാണ് തപാൽ സംവിധാനം നടപ്പിലാക്കിയത്? വെരി ഗുഡ്. സോ തിമൂർ എന്തെങ്കിലും ഭരണപരിഷ്കാരങ്ങൾ നടത്തിയിട്ടുണ്ടോ? ബിനിൽ, തിമൂർ എന്തെങ്കിലും ഭരണപരിഷ്കാരങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഈ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ തിമൂർ എന്ന പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇവർ രണ്ടുപേരും എവിടുത്തെ ഭരണാധികാരികളാണ്? മംഗോളിയൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളാണ്. ആരൊക്കെ? തിമൂറും ചെങ്കിസ് ഖാനും മംഗോളിയൻ ഭരണാധികാരികളാണ്. അവരുടെ പാരമ്പര്യമാണ് മുഗൾ വംശജരായിട്ടുള്ള ഭരണാധികാരികൾ പിന്തുടർന്നു പോന്നിരുന്നത്. മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിക്കുക, 16ാം നൂറ്റാണ്ടിൽ, ആ ഒരു നൂറ്റാണ്ടിലാണ് ഇവരെ മുഗളന്മാരെ
യൂറോപ്യന്മാര് മുഗൾ വംശജർ എന്ന നാമകരണം ചെയ്തത്. ദ 16th സെഞ്ച്വറി. ഏത് നൂറ്റാണ്ടിലാണ്? 16-ാം നൂറ്റാണ്ടിലാണ് ഇവരെ മുഗളന്മാർ എന്ന നാമകരണം യൂറോപ്യന്മാര് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ സുൽത്താൻമാരുടെ ഭരണകാലത്തിന് ശേഷം ഏതാണ്ട് 1526 മുഗൾ വംശം സ്ഥാപിക്കപ്പെട്ടത്. ബാബറാണ് മുഗൾ വംശത്തിന്റെ സ്ഥാപകൻ എന്ന് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കാം. മേ ബി അറിയാത്തില്ലാത്തവരും ഉണ്ട്. അപ്പോഴ് ഇത്തരത്തിൽ ബാബറാണ് 1500 CE എന്ന് ചേർക്കണം. CE കോമൺ ഇറ. പണ്ട് BCE ആയിരുന്നു, ഇപ്പോൾ അതിന് CE എന്നാണ് പറയുന്നത്. സോ അങ്ങനെ 1526 ബാബർ സ്ഥാപിച്ച മുഗൾ വംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്ന അക്ബറിന്റെ മരണശേഷം നടന്ന കാര്യങ്ങളാണ് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബനാറസി ദാസിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വായിച്ചത്. ഓക്കെ, അപ്പോൾ മുഗൾ വംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി ആരാണെന്ന് നമുക്ക് എപ്പോഴും പറയാൻ സാധിക്കും? അക്ബർ തന്നെയാണ്. ഓക്കെ, ബനാറസി ദാസ് ചുമ്മാതങ്ങ് പുസ്തകത്തിൽ ഇപ്പോൾ എഴുതി വെച്ചതല്ല, മറിച്ച് അദ്ദേഹം ഒരു ഐ വിറ്റ്നസ് ആയിരുന്നു, ദൃക്സാക്ഷിയായിരുന്നു. കേട്ടോ? അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മുഗൾ വംശം അല്ലെങ്കിൽ മുഗൾ ഭരണകാലത്ത് ജനങ്ങൾക്ക് എത്രമാത്രം സെക്യൂരിറ്റി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? മുഗൾ വംശത്തിന് എത്രമാത്രം സെക്യൂരിറ്റി ഉണ്ട്, സുരക്ഷിതത്വം മുഗൾ വംശ ഭരണകാലത്ത് ആ രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടിയിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ബാബറാണ് 1526 മുഗൾ വംശം സ്ഥാപിച്ചത്, അല്ലേ എന്ന് നിങ്ങൾ മുൻപുള്ള ക്ലാസ്സുകളിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. 7ാം ക്ലാസ്സിലോ ആന്ന് തോന്നുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. തെക്കേ ഇന്ത്യയിലെ അപൂർവം ചില കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മിക്ക ഭാഗങ്ങളും എന്തു ചെയ്തു? മുഗൾ വംശത്തിന്റെ അധീനതയിലായി തീർന്നു. തെക്കേ ഇന്ത്യയിലെ ചില പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു, ഒട്ടുമിക്ക പ്രദേശങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ വടക്കേ ഇന്ത്യയിലും അതേപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവനായിട്ടും തെക്കേ ഇന്ത്യയുടെ ഭാഗങ്ങൾ ഒഴികെയുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഇതേപോലെ തന്നെ മുഗൾ വംശത്തിന്റെ കീഴിൽ ആയിരുന്നു. മനസ്സിലായോ? അങ്ങനെ അത്തരം ഭാഗങ്ങൾ അവർ പിടിച്ചടക്കുകയും അവരുടെ ഭരണത്തിന് കീഴിലാക്കി അതിനെ രാഷ്ട്രീയ ഏകീകരണം നൽകിക്കൊണ്ട് ഭരണം നടത്തുന്നതിനായിട്ട് അവർക്ക് സാധിച്ചു. പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ. കേട്ടോ? ഇതിന്റെ രാഷ്ട്രീയ ഏകീകരണത്തിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ ആണ്. ഇംഗ്ലീഷ് മീഡിയംകാരെ കേട്ടോ? അവര് ഭരണരംഗത്ത് അടിസ്ഥാനപരമായ ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ഭരണരംഗത്ത് അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ പലതും അവരുടെ കാലത്താണ് കൊണ്ടുവരുന്നത്. ചേഞ്ചസ്. നമ്മള് ഈ മുഗൾ ഭരണകാലത്ത് ആ ഒരു കാലത്തെ കുറിച്ച് അറിയാൻ നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് അബുൽ ഫസൽ രചിച്ച അക്ബർ നാമക്കാണ്. കേട്ടോ? അബുൽ ഫസൽ രചിച്ച അക്ബർ നാമക്കാണ് മുഗൾ വംശത്തിലെ
മുഗൾ വംശത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് അറിയാനുള്ള നമ്മളുടെ പ്രധാന ഒരു സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ. The Akbarnamak written by Abul Fasal. അക്ബർനാമക് രചിച്ചത് ആരാണ്? അബുൽ ഫസൽ. കേട്ടോ, ആരാണ്? അബുൽ ഫസൽ. Is one of the important sources of information on the administrative system of the Mughal period. അതായത് മുഗൾ ഭരണകാലത്തെ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് ആ തരത്തിലുള്ള കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട വിവരം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സാണ് എന്ത്? അബുൽ ഫസൽ രചിച്ച ഡാഷ്. അബുൽ ഫസൽ രചിച്ച ഡാഷ് എന്താണ്? അക്ബർനാമ അല്ലേ? പരീക്ഷയ്ക്ക് ചിലപ്പോ ചോദിക്കും, ഹു വാസ് ദ റിട്ടൺ ബൈ ദ അക്ബർനാമക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതണം? അബുൽ ഫസൽ. അബുൽ ഫസൽ. അങ്ങനെയാണ് ചിലപ്പോ ചോദിക്കും, എന്താണ് അബുൽ ഫസൽ റിട്ടൺ ബൈ ദ ഡാഷ് എന്ന് ചോദിച്ചാൽ അക്ബർനാമക്. വെരി ഗുഡ്. സോ മനസ്സിലായില്ല അത്രയും ഭാഗം? ഓക്കെ. നോക്ക്, ആഗ്ര ഫോർട്ട് കൺസ്ട്രക്റ്റഡ് ഡ്യൂറിംഗ് ദ period of Akbar. Let's examine the features of the Mughal administration, divine rights of kingship, the influence of the Turkish and Mongol tradition, powers centralized in the king based on military power, assistance of ministers and officials, the administration, existence of local administration, Abul Fasal explaining Akbarnamak to Akbar and the illustration the central administration important offices and their responsibility in the central administration during the Mughal period.
വക്കീൽ, വക്കീൽ, പ്രൈം മിനിസ്റ്റർ, വസീർ, റവന്യൂ, സദർ, ജുഡീഷ്യറി, മിയർ ഭക്ഷി, മിലിറ്ററി, അതായത് നമ്മൾ ഇനി നോക്കുന്നത് മുഗൾ ഭരണകാലത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ്. ഈ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഓരോ കാലത്തെയാണ് നമ്മൾ പഠിക്കുന്നത്. സുൽത്താനേറ്റിന്റെ ആണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അപ്പൊ നിങ്ങൾ ഓർക്കും ഇത് സാറിന് എന്തുവാ നേരത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചതല്ലേന്ന് ഓർക്കും. അത് നമ്മള് സുൽത്താൻമാരുടെ കാലത്താണ്. ഇത് മുഗൾ വംശത്തിന്റെ കാലത്തുള്ള ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് മുഗൾ ഭരണകാലത്തുള്ള പ്രാദേശിക ഭരണമാണ് നമ്മളിപ്പോ നോക്കുന്നത്. സോ നോക്കിയോ, മുഗൾ വംശത്തിന്റെ പ്രധാനപ്പെട്ട അവർക്ക് ചില സവിശേഷതകളുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. രാജാവിന്റെ അധികാരം എപ്പോഴും ദൈവദത്തമായ, ദൈവം കൽപ്പിച്ച് നൽകിയിട്ടുള്ള ഒരു പദവിയാണ്, അല്ലെങ്കിൽ അവർ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ് എന്ന ഒരു ഭാവം അല്ലെ എന്ന ഒരു ചിന്തയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ ഇവരുടെ ഭരണത്തിൽ അല്ലെ ഇവർക്ക് മംഗോളിയന്മാരുടെയും അതേപോലെ തന്നെ തുർക്കിഷ് പാരമ്പര്യവും ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവരെ സ്വാധീനിച്ച മറ്റൊരു ഘടകം എന്ന് പറയുന്നത് മംഗോൾ തുർക്കി പാരമ്പര്യങ്ങളാണ്. രാജാവിലാണ് അധികാരത്തിന്റെ എല്ലാം കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നത്. അധികാരത്തിന്റെ എല്ലാ കടിഞ്ഞാണും അല്ലെങ്കിൽ ഭരണത്തിന്റെ കടിഞ്ഞാൺ എപ്പോഴും മുഗൾ ചക്രവർത്തിയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ബേസ്ഡ് ഓൺ മിലിറ്ററി പവർ, സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മിലിറ്ററി പവർ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അതേപോലെ തന്നെ മറ്റു ഭരണത്തെ പോലെ തന്നെ മന്ത്രിമാരുണ്ടായിരുന്നു, അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ്സ് ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ചേർന്ന് ഭരണത്തെ സഹായിച്ചിരുന്നു. മനസ്സിലായോ? അതേപോലെ തന്നെ മറ്റു ഭരണത്തെ പോലെ തന്നെ ഇവിടെയും പ്രാദേശിക ഭരണം അഥവാ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ നിലവിലുണ്ടായിരുന്നു. ഇവിടെയും ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ പ്രാദേശിക ഭരണം നിലവിൽ വന്നിരുന്നു. അതായത് സുൽത്താൻമാരുടെയും മുഗളന്മാരുടെയും പ്രാദേശിക ഭരണത്തെ കുറിച്ച് നിങ്ങൾക്കൊരു കുറിപ്പ് എഴുതാൻ സാധിക്കുമോ? പറ്റുമോ ഇല്ലയോ? യെസ് ഓർ നോ? നോ സാർ ആണോ? പിന്നില്ലേ പിന്നെന്തോടാ? ഞാൻ ബിനിലല്ല കേട്ടോ, അഭിഷേക. അഭിഷേക പറ. അഭിഷേക് പറയടാ. എഴുതാം വിളിക്കൻ. അവൻ എഴുതിയില്ലെങ്കിലും എഴുതാന്നെങ്കിലും പറഞ്ഞല്ലോ. ഇനി ഇങ്ങനെ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോടാ? നോക്കട്ടെ, എന്റെ ചെറുക്കന്മാർക്ക് നല്ല ധൈര്യമുള്ളവരാ. ഇനി ഏത് ചെറുക്കനാണോ ധൈര്യമുള്ളത്? ആമ്പിള്ളേർ മാത്രം പറഞ്ഞാൽ മതിയേ. ആരാണോ? വൈഷ്ണവ്.
വൈഷ്ണവ് അല്ലേ? ആ മിടുക്കൻ. ഏ ഇനിയും എന്റെ ചെറുക്കൻ പിള്ളേർ പിള്ളേർ ആരെങ്കിലും ഉണ്ടോ ധൈര്യമുള്ളവന്മാര്? അവന്മാർ രണ്ടുപേരേ ഉള്ളൂ ധൈര്യശാലികള്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, അവന്മാര് മാത്രമേ പുസ്തകം തുറക്കുന്നുള്ളൂ. ബിനിലില്ലയോടാ? കെവിനെ നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നിനക്ക് ധൈര്യം ഇല്ലയോ? പിന്നെന്താടാ മിണ്ടാത്തെ? പിള്ളേരെ, എനിക്ക് ഇവന്മാരോട് പ്രത്യേക സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, പലരെ എനിക്കറിയത്തില്ലാത്തതുകൊണ്ടാ ഞാൻ ഇവന്മാരുടെ പേരുകളാണ് സ്ഥിരം കേൾക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. സോ അപ്പൊ ആ പണി പിള്ളേര് ചെയ്യണം. ആരൊക്കെയാണ്? അഭിഷേക്, വൈഷ്ണവ് ഹരി, ഫെബിൻ ജോൺ. നാളെ 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 ഓക്കെ ഓക്കെ സാർ. ഇനി മലയാളം മീഡിയംകാരാണ് എല്ലാത്തിനും പുറകിലോട്ട് നിൽക്കുന്നത്. അവർക്ക് ഇതിനോടൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. നേരിട്ട് കാണട്ടെ കേട്ടോ. മലയാളം മീഡിയത്തിൽ 2 പെൺകുട്ടികളുണ്ട് ഇതിനകത്ത്. സാന്ദ്ര, നിനക്ക് ചെയ്യാവോടി? എനിക്കൊന്ന് വയ്യ സാറേ. ആണോ? അല്ല, ചെയ്യാം. സാർ. ഓക്കെ. ടീച്ച്മെന്റിൽ ആരാ മലയാളം മീഡിയംകാരുള്ള? ഗൂഗിൾ മീറ്റ് ചെയ്യണം ഒരാളെ കൂടെ. സോന മലയാളം മീഡിയം അല്ലേ? സോന ടി വി ജോയ്, നിനക്ക് ചെയ്യാവോടി? ഓക്കെ. ടീച്ച്മെന്റിൽ ആരാ മലയാളം മീഡിയംകാരുള്ള? ടീച്ച്മെന്റിൽ ആരും മലയാളം മീഡിയംകാരില്ല. സോ അപ്പൊ അങ്ങനെ നിൽക്കട്ടെ. അപ്പോള് പ്രാദേശിക ഭരണത്തിൽ മറ്റു ഭരണത്തെ പോലെ തന്നെ പലതരത്തിലുള്ള പരിഷ്കരണങ്ങളും മറ്റും ഉണ്ടായിരുന്നു. അതിന് ചില ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നിയോഗിച്ചിരുന്നു അല്ലേ? ആ ഉദ്യോഗസ്ഥന്മാരുടെ അവിടെ പേര് പറഞ്ഞിട്ടുണ്ട് ഇല്ലയോടാ അഭിഷേകേ? അതെ സാർ. ഏതൊക്കെയാണ് ആ പേരുകള്? മുഗൾ അവന്മാരുടെ പേരാണോ? രാജാവ് രാജാവ് രാജാവിന്റെ കുറെ ഉദ്യോഗസ്ഥന്മാരുടെ പേര് ഞാൻ മുമ്പേ വായിച്ചില്ലേ? നീ കേട്ടില്ലേ? പ്രൈം മിനിസ്റ്റർ, ആരാണ്? റവന്യൂ ആണേല് വസീർ. ഈ പേര് നമ്മൾ മുൻപ് മറ്റൊരു ഭരണത്തിൽ കൂടെ കേട്ടിട്ടുണ്ട് അല്ലേ? സുൽത്താൻമാരുടെ ഭരണകാലത്ത് വസീർ ഉണ്ടായിരുന്നു. നിർഭക്ഷി ഉണ്ടല്ലോ, കണ്ടോ? നിർഭക്ഷി കണ്ടോ? നിർഭക്ഷി ഏത് ചുമതലയാണ് വഹിച്ചുകൊണ്ടിരുന്നത്? മിലിറ്ററി കാര്യങ്ങൾ വഹിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനെ പറയുന്ന പേരാണ് നിർഭക്ഷി. ജുഡീഷ്യറി ഉണ്ടല്ലോ, ആരാണ്? ഈ പേര് നിങ്ങൾ മുൻപ് എവിടെ കേട്ടിട്ടുണ്ട്? മുഖ്യ സദർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ സുൽത്താൻ ഭരണകാലത്ത് അല്ലേ? അപ്പോഴ് ഇനി ഏതെങ്കിലും ഓഫീസേഴ്സ് ഉണ്ടോ? ഇനി ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലേ ഉള്ളു സാറേ.
ആ നമുക്ക് നോക്കാം. The local administration, the division and the officers concerned during the Mughal period. സുബേദാർ അല്ലേ? സുബൈറുണ്ട്, സുബേദാറുണ്ട്, സർക്കാർ ഫൗജ്ദാറുണ്ട്, പർഗാന ഷിദ്ദാർമാര് അല്ലേ? വില്ലേജ് ചൗ അല്ലേ? ടൗൺ കൊറ്റുവാൾ, മനസ്സിലായോ? ഇതൊക്കെ അതിന്റെ പേരുകളും മറ്റുമാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ സാർ. അതായത് സുബഹ് എന്ന് വെച്ചാൽ സുബൈദാർ, സർക്കാർ ഫൗജ്ദാർ, പർഗാന അവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനെ പറയുന്ന പേര് ഷിദ്ദാർ. ഗ്രാമമാണ് ഏറ്റവും ചെറിയ യൂണിറ്റ്, അതിനെ നോക്കിക്കൊണ്ടിരുന്നത് ചൗധരി. അപ്പൊ പട്ടണത്തില് കൊത്തുവാൾ. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ? എവിടെയെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത ആഴ്ച പോലെ നമുക്ക് കാണാമല്ലോ അല്ലേ? ഇന്നലെ ഞാൻ കുറെ പോലീസുകാരെ കണ്ടായിരുന്നു മുമ്പതിലെ. സോ നോക്കൂ, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. The Mughals paid special attention to the local administration for the convenience of administration. The country was divided into subas, sarkars, parganas and villages. There was a chain of officials for the administration of each divisions, the collection of revenue, judicial administration and supervision of the army were their responsibility. The Mughal administration attained strength during the time of Akbar. As a ruler, his aim was to win the support of all sections of people. The policies adopted by Akbar for the same are given below. Subas of Akbar's period.
Subhas and Akbar, Subhas of Akbar's period adopted the title of Baksha. I hanged the Emperor of India. To maintain religious harmony, he formulated a new-faced name, Bin Ilahi, by inculcating the ideas of all religions. The Rajput sect as Rajatodamal, Birbal, Mansingh, etc. were appointed as high officials. Akbar and his relatives married Rajput ladies. The army was strengthened by including different sections. The army was including different sections. Akbar became successful as a ruler, acceptable to all through these administrative measures. Substantiate, അതായത് ശ്രദ്ധിക്കുക, മുഗൾ ചക്രവർത്തിമാര് പ്രാദേശിക ഭരണത്തിൽ എപ്പോഴും ഒരു പ്രത്യേക ശ്രദ്ധ അവര് നൽകിയിട്ടുണ്ടായിരുന്നു. അവര് ഭരണ സൗകര്യത്തിനായിട്ട് രാജ്യത്തെ പലതായിട്ട് തരംതിരിച്ചു. ഭരണ സൗകര്യത്തിനായിട്ട് രാജ്യത്തെ അവര് പലതായിട്ട് തരംതിരിച്ചു. സുബഹൾ, സർക്കാരുകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ പലതായിട്ട് അവര് ഭരണ സൗകര്യത്തിനായിട്ട് രാജ്യത്തെ തരംതിരിച്ചു. എന്നിങ്ങനെ വിവിധ വിഭാഗ ഭരണ സൗകര്യത്തിനായിട്ട് രാജ്യത്തെ പലതായിട്ട് അവര് തരംതിരിച്ചു. അവര് എന്ത് ചെയ്തു? അങ്ങനെ തിരിച്ച രാജ്യത്തെ ഡിവൈഡ് ചെയ്ത രാജ്യത്തിന്റെ ഓരോ ഭാഗത്തെ ഓരോ ഘടകത്തിനും വേണ്ടി ഒരു ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ശൃംഖല തന്നെ അവര് രൂപീകരിച്ചു. മനസ്സിലായോ? ടാക്സ് അഥവാ നികുതി പിരിവ്, ജുഡീഷ്യറി അഥവാ നീതിന്യായം, സൈനിക മേൽനോട്ടം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് അവര് തരംതിരിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിനും വിവിധ തരത്തിലുള്ള ചുമതലകൾ നൽകിക്കൊണ്ട് അവർ ഭരണം മുന്നോട്ട് പോയി. മുഗൾ ഭരണം അതിന്റെ ശക്തി പ്രാപിച്ചത് മുഗൾ ഭരണകാലത്താണ്. മുഗൾ ഭരണകാലത്ത് ആണ് ഏറ്റവും കൂടുതൽ അക്ബറുടെ കാലത്താണ് മുഗൾ വംശം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചത്. ഇന്ത്യയുടെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളുടെയും പിന്തുണ ആർജിച്ചുകൊണ്ടാണ് ഭരണം നടത്തുക എന്ന ഒരു ലക്ഷ്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം
മുഗൾ ഭരണകാലത്തെ ഏറ്റവും പ്രശസ്തനായ ചക്രവർത്തിയായിരുന്നു അക്ബർ. അക്ബർ എന്ത് ചെയ്തു? എല്ലാ വിഭാഗം ജനങ്ങളെയും ഭരണത്തിൽ പങ്കാളികളാക്കാനും മറ്റും അദ്ദേഹം ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാദ്ഷാഹി ഹിന്ദ്, അദ്ദേഹം എന്ത് ചെയ്തു? ബാദ്ഷാഹി ഹിന്ദ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? അങ്ങനെ പേര് സ്വീകരിക്കുകയും വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനായിട്ട് അദ്ദേഹം എല്ലാ മതങ്ങളുടെയും നല്ല ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ദിൻ ഇ ഇലാഹി, ആ പേരൊന്ന് മാർക്ക് ചെയ്തിടണം, ദിൻ ഇലാഹി, എല്ലാ മതങ്ങളുടെയും നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം രൂപീകരിച്ച പുതിയൊരു മതമാണ് ദിൻ ഇ ഇലാഹി. മനസ്സിലായോ? രാജ തോട്ടർമാൾ, അതേപോലെ തന്നെ ബീർബൽ, മാൻസിംഗ് എന്നിങ്ങനെ ഉയർന്ന ഇവരാരും ഇസ്ലാം മതക്കാരല്ല. ഇത്തരത്തിലുള്ള ആളുകളെ ഭരണത്തിന്റെ ഉയർന്ന ഉദ്യോഗത്തിൽ നിയമിച്ചു. അക്ബറും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും രജപുത്രന്മാർ വംശത്തിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം ചെയ്തു. അക്ബർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അക്ബറും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഒക്കെ തന്നെ എന്ത് ചെയ്തു? രജപുത്ര സ്ത്രീകളെ വിവാഹം കഴിച്ചു. മനസ്സിലായോ? സൈന്യത്തിൽ രജപുത്ര എന്ന് പറയുന്ന ഒരു വംശമാണ്, ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു ജാതിയാണ് രജപുത്രന്മാര്. കേട്ടോ അഭിഷേകേ? അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സൈന്യത്തെ ശക്തിപ്പെടുത്തി. അക്ബർ തന്റെ ഭരണത്തിലെ മികവ് കൊണ്ട് എല്ലാ വിഭാഗങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ സ്വാധീനം ഉറപ്പിക്കാനും മികച്ച ഒരു ഭരണാധികാരിയാകാനും അദ്ദേഹം ശ്രമിക്കുകയും അദ്ദേഹത്തിന് സാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. കേട്ടോ? അപ്പോൾ സമയത്തിനായി ഓക്കെ, നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി. സോ അപ്പോൾ ടീച്ച്മെന്റുകാർ ആരിലും ഒരാളെ നിന്നിട്ട് ബാക്കിയുള്ളവർ ബൈക്കുകൾ ഗൂഗിൾ മീറ്റുകാരെ ഞാൻ ഇപ്പൊ വിടാം. നോക്കാം. ഓക്കെ. അലീഷ ഇബ്രഹാം ലെഫ്റ്റ് ചെയ്തോ. അലൻ ജോൺ, ലെഫ്റ്റ് ചെയ്തോ മോനെ. അനഘ ശ്രീകുമാർ, അസീം, ലെഫ്റ്റ് ചെയ്തോ മോളെ. ചെബിൻ ജോൺ, ഗംഗ, മുഹമ്മദ്, സാന്ദ്ര, സോന. എന്തുവാടാ? ആരാടാ അത്? ആരാടാ ഈ പ്രസന്റ് സാറ്? ലെഫ്റ്റ് ചെയ്തോ മോനെ. സോന,
ഓക്കെ. സോ അപ്പം ഇനി ആരെല്ലാം ഉണ്ടോ? അനക, ശ്രീകുമാർ, അനക. അപ്പൊ ട്രീറ്റ്മെന്റുകാരെ നമുക്ക് പോകാം കേട്ടോ.